എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ബാലൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വീട്ടിലേക്കുള്ള കുറെ സാധനങ്ങളൊക്കെ ധർമ്മന്റെ കയ്യിലുണ്ട്. അങ്ങനെ ബിഷോപ്പറൊക്കെ തൂക്കി പിടിച്ച ധർമ്മനും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ബിഷോപ്പർ കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ആനന്ദിനെ കണ്ടു. ആനന്ദിനെ കണ്ടെന്നും പറഞ്ഞു, എന്റെ കൈ ഒടിഞ്ഞു, എന്തൊരു വെയിറ്റ് ആയിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ ആനന്ദ് ചോദിച്ചു, അല്ല അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു മാമാന്ന് ചോദിക്കുക. പിന്നെ വെയിറ്റ് ഇല്ലാതെ. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, പിന്നെ ആ വഴിയിന്ന് വണ്ടിയെ കൊണ്ടുവന്ന സാധനം അവിടെ നിന്ന് ഇവിടം വരെ കയറ്റിയപ്പോഴത്തേനും അവന്റെ കൈ അങ്ങോട്ട് ഒടിഞ്ഞുപോയി. വെറുതെ കിടന്ന് അഭ്യാസം കാണിക്കില്ല ധർമ്മ എന്ന് പറയാ. ധർമ്മം പറഞ്ഞു, അതല്ലേലോ അളിയൻ അങ്ങനെയല്ലേ, നമ്മൾ ചെയ്യുന്നൊക്കെ പുച്ഛമല്ലേ, നമ്മൾ ചെയ്യുന്നതിന് ഒരു കൈ കണക്കൊന്നും ഇല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്താലും ഒരു പുച്ഛഭാവമല്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ അന്ത് പറഞ്ഞു, മിണ്ടായിരിക്കും മാമ, ഇനിയിപ്പൊ അത് മതി അച്ഛനെ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കാനെന്ന് പതുക്കെ പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവി ഓടി വരുവാണ്. ശ്രീദേവി കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് എന്നിട്ട് ബാലിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ബാലച്ച വെള്ളം കുടിക്കാൻ പറയണം. ഗോമതി വന്നപ്പത്തിന് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. ഗോമതിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും കാലം ഗോമതിയായിരുന്നു അതൊക്കെ ചെയ്തോണ്ടിരുന്നത്. പെട്ടെന്ന് ശ്രീദേവി അതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ലോ. അപ്പോഴേക്കും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ഗോമതിയാണെങ്കിൽ ഒന്നും അറിയത്തില്ലാത്ത പോലെ പറഞ്ഞു, അതെ കൈ കഴിയിട്ട് വാ ബാലേട്ട, ചോറെടുത്ത് വെക്കാന്ന് പറയണ. നീ എന്താ ഗോമതി ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറയണെന്ന് ചോദിക്കുക. എന്താ ബാലേട്ട, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. ഞാൻ എത്ര സമയം എന്നറിയാം, മണിക്കൂറുകളായി ഞാൻ ആകാശിനെ ഫോൺ വിളിക്കുന്നേ, ഇതുവരെ ആയിട്ടും അവനെ കണ്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നെ ബാലേട്ട, അല്ല ഇനിയിപ്പൊ മീനാക്ഷി എങ്ങനെ നിന്നെ ഫോൺ വിളിക്കാൻ പറ്റുമോ ചെയ്തെന്ന് ചോദിക്കാം. ഗോമതി പറഞ്ഞു, ഇല്ല ബാലേട്ട, മീനാക്ഷി ഫോൺ വിളിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടപ്പോ ബാലൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ പിന്നെ എന്താ കോൾ എടുക്കാത്തെ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ, അവനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും, ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അത് ഞാൻ എത്ര വട്ടം പറഞ്ഞറിയാവോ അളിയനോട്, അളിയൻ അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫോൺ ചാർജ് തീർന്ന് കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ആവും, അത് സ്വാഭാവികം മാത്രം, അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, നിനക്കത് പറയാം, എന്തൊക്കെ ജോലികളാണ് ഞാൻ അവനെ ഏൽപ്പിച്ചേക്കെന്ന് അറിയാവോ, അതെല്ലാം ചെയ്ത് തീർത്തിട്ട് വരാനായിട്ട് പറഞ്ഞിരിക്കുന്നേ, പൈസ കൊടുക്കേണ്ടവർക്ക് പൈസ കൊടുക്കണം, നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് എന്ന് പറയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ട ഇത്, ആകെപ്പാടെ 2 ദിവസത്തിനായിട്ട് അവര് പോയേക്കില്ലേ, ആ സമയത്ത് അവന്റെ തലയിൽ ഉള്ള ജോലിയെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്, പാപം എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്ന് പറയാം. ദേ നീ ഒരക്ഷരം പോലും മിണ്ടിയേക്കരുത്, പറഞ്ഞ കേട്ടല്ലോ, നിന്നോട് ആരും ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയണം. എന്നാലും മീനാക്ഷി പോലും വിളിക്കാത്ത എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ ശ്രീദേവി ചാടി പറഞ്ഞു, അല്ല ബാലച്ച, മീനാക്ഷി വിളിച്ചില്ലെന്നല്ലേ ഉള്ളൂ, മെസ്സേജ് അയച്ചല്ലോ എന്ന് പറയണം. മെസ്സേജ് അയച്ചോ? അതെ, മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചെന്ന് പറയാം. എന്ത് മെസ്സേജ്, ഇനി വരെ ലേറ്റ് ആവുന്നോ അങ്ങനെ എന്തെങ്കിലും മറ്റോ ആണോ നിൽക്കും, അതൊന്നുമല്ല ഫോട്ടോസ് ഇട്ടേക്കെന്ന് പറയണം. ഒരു നിമിഷം ഗോമതിയും ഇത്രയും പരസ്പരം നോക്കുവാണ്. പെട്ടു, ഇവർക്ക് ഇത് എന്തിന്റെ കേടാ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ദൈവമേ ഇത്രയെങ്കിലും സമാധാനമുള്ള അതിപ്പോ ഉള്ളതും കൂടെ ഇല്ലാതാക്കും എന്ന് ഗോമതിക്ക് മനസ്സിലായി. ശ്രീദേവിനെ ആ ഫോട്ടോസ് കാണിക്കണ്ടായിരുന്നു, കഷ്ടകാലം പിടിക്കാനായിട്ട് അവൾ അടുക്കളയിലേക്ക് കയറി വരികയും ചെയ്തു, ആ ഫോട്ടോസ് എല്ലാം കാണുകയും ചെയ്തു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഗോമതി മനസ്സ് വിചാരിക്കുകയാണ്. ബാലിനെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണമല്ലോ. പിന്നീട് ഗോമതി പറഞ്ഞു, അത് പിന്നെ ബാലേട്ടാ, അവര് കൊച്ചിയിലുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അമ്മ എന്ത് വർത്താനമേ പറയണേ, കൊച്ചിയിലുള്ള കുറച്ച് ഫോട്ടോസോ, അത് എവിടെ വെച്ചുള്ളാന്ന് പറ, ഫോർട്ട് കൊച്ചി വെച്ചുള്ളാന്ന് പറ, അവര് ബീച്ചിലൊക്കെ കറങ്ങി നടക്കുന്ന അങ്ങനെ പറഞ്ഞല്ലേ ബാലച്ചന് മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കുക. തീർന്നു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ബാലങ്ങ് ചാടി എഴുന്നേറ്റു. നീ എന്താ ശ്രീദേവി പറഞ്ഞെന്ന് ചോദിക്കാം. അതെ ബാലച്ച, കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മിത്രയുടെ ഫോണിനകത്തുണ്ട്, മിത്രേ ആ ഫോട്ടോസ് അങ്ങ് കാണിക്കാൻ പറയണം. മിത്ര ഇന്ന് പല്ല് കടിക്കുവാണ്. ഓ ഇവരെ എന്റെ ദൈവമേ 2 തല്ല് കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോയാലെന്ന് മിത്രയ്ക്ക് തോന്നുവാണ്. നല്ലൊരു ദിവസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ മീനാക്ഷി ചേച്ചിയുടെ ജീവിതം കൂടെ കുളമാക്കിന്നുള്ള കാര്യം മനസ്സിലായി. ബാലൻ പറഞ്ഞു, ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയായിരുന്നല്ലേ ഗോമതി, നിനക്കത് അറിയാരും ചോദിക്കാം. അല്ല പിന്നെ ബാലേട്ട, അവര് ബീച്ചിൽ പോയെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും എന്ന് പറയാം. അപ്പം ഞാൻ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആൾ നല്ല അന്തസ്സായിട്ട് ബീച്ചിൽ കൂടെ കറങ്ങി നടക്കുക, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ആകാശ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അതേ അച്ഛാ, ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതിന് ഇപ്പൊ ചീത്ത പറയേണ്ട കാര്യമുണ്ടോ, പിന്നെ ചീത്ത പറഞ്ഞു പോലും, അതേപോലും അതൊന്നും അല്ല കാര്യം, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നേ. കോമതി പറഞ്ഞു, ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ബാലേട്ടാ, കുട്ടികളല്ലേ, കല്യാണം കഴിച്ചിട്ട് നേരാമണം അവരൊന്നും പോയിട്ട് പോലില്ല പുറത്തൊന്നും, ഒന്ന് ചുറ്റി കറങ്ങിയെന്നൊന്നാണ് എന്നാ കുഴപ്പം. ഗോമതി
നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ല, അവനെ ഞാൻ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് അവനോട് ഇങ്ങോട്ട് വന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പറ്റിച്ച് അവൻ കടന്നു കളയായിരുന്നല്ലേ. ഗോമതി പറഞ്ഞു, ബാലേട്ട ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണം? ഇവിടെ ഞാനറിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ചോദിക്കാം. ഗോമതി പറഞ്ഞു, എന്ത് നടക്കാനായിട്ട്? ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്താ ബാലേട്ടാ? ബാലേട്ടനോട് പറയാതെ ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിക്കാം. ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിനു മുമ്പ് ട്യൂഷന്റെ കാര്യം അതും പറഞ്ഞില്ല, ഇപ്പോഴാണ്ട് ഇതും. ഇതെല്ലാം പറഞ്ഞു തന്നെ ആരാന്നറിയാവോ? ശ്രീദേവി മോളാ പറഞ്ഞു തന്നെ. ട്യൂഷന്റെ കാര്യമാണെങ്കിലും അതെ, ഇതുവാണല്ലോ അതെ. മോള് പറഞ്ഞില്ലാണ് ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയണേന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇത്രയും ഗോമതിക്ക് ഇപ്പോഴാണ് അറിയുന്നത് ട്യൂഷന്റെ കാര്യം ഓതിക്കൊടുത്ത ആള് ശ്രീദേവിയാന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു ഗോമതിക്ക്. ഗോമതി ഇങ്ങനെ ശ്രീദേവിനെ ഒന്ന് നോക്കുവാണ്. ശ്രീദേവിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ഞാന് ബാലച്ചനോട് വേറൊരു കാര്യം പറയണ സമയത്ത് ആ കൂടെ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാം, അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ പറയണമെന്ന് കരുതി പറഞ്ഞല്ലെന്ന് പറയാം. ബാലൻ പറഞ്ഞു, മോളുള്ളതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും അറിയുന്നു. എന്നെ ഒളിച്ചു വെച്ചുകൂടെയൊക്കെ എന്തൊക്കെ നടന്നു, അല്ലെങ്കിൽ മുമ്പ് എന്തൊക്കെ നടന്നിരിക്കുന്നു, ഇതൊക്കെ ഞാൻ വല്ലതും അറിയുന്നുണ്ടോ? എന്നാലും ഗോമതി, നീ ഇത്രയ്ക്കൊരു പണിവാണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നൊക്കെ പറയാം. ഇത് പറഞ്ഞിട്ട് ബാലൻ പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ, എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോകണം. ഗോമതിക്ക് ആ പാട്ട് സങ്കടവും ദേഷ്യമായി. ഗോമതി അങ്ങോട്ട് പോയി. മിത്ര അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അടുക്കള ചെന്നിട്ട് ഗോമതി പറഞ്ഞു, അവൾക്കിത് എന്തിന്റെ കേടാ ദേവിക്ക്? ഇവിടെ എന്ന് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് തുടങ്ങിയ ഈ കുടുംബത്തിന്റെ കഷ്ടകാലം. എല്ലാരെയും അനുനയിപ്പിച്ച് എങ്ങനെയാലും ഒന്ന് കൊണ്ടുപോകാൻ നോക്കി കഴിയുമ്പത്തിന് അവള് ഇടയ്ക്ക് എങ്ങനെയിട്ട് പാര പണിത് ദേവമംഗളെ തല്ലി പിരിക്കാന്ന് അവള് ശ്രമിക്കണേ എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ഇത് ഞാനെങ്ങനെ വിടാൻ പോകുന്നില്ല. അപ്പച്ചിന്ന് പറയണ, എന്താ? എന്റെ ട്യൂഷന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ അവരല്ലേ ആ ദേവി ചേച്ചി എനിക്കിട്ട് പണി തന്നെ, ഞാനിതങ്ങനെ വെറുതെ വിടുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ധർമ്മൻ ആനന്ദിനോട് പറഞ്ഞു, എടാ നിന്റെ ഭാര്യയ്ക്ക് ഇത് എന്താടാ? എന്റെ ദൈവമേ, വെകിളി പിടിച്ചൊരു സാധനം വന്നു തോന്നല്ലോ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ? അല്ല, നിന്റെ അച്ഛന്റെ സ്വഭാവം അവൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ? ഇനി അവള് വെറുതെ പൊട്ടം കളിക്കുന്നതാണോ? നീ അവളോടൊന്ന് പറഞ്ഞു കൊടുക്കൂട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന്. വന്നിട്ട് 3 ദിവസം തികച്ചില്ല, അതിനു മുമ്പ് ഇതായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോ എന്തായിരിക്കും ആനന്ദേ? കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അവൾക്ക് അറിയത്തില്ലാത്തോണ്ട് അവള് ചിലപ്പോ നന്മയെ കരുതി. പിന്നെ നന്മയെ കരുതി ഇങ്ങനെയൊക്കെയാണോടാ പറയണേ? ഒന്നും അല്ലെങ്കിലും മിണ്ടായിരുന്നാ പോരെ, ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ? ഇനിയിപ്പൊ മീനാക്ഷി ആകാശം വരുമ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്നൊക്കെ ധർമ്മം പറയണം. പിന്നീട് ഗോമതി ആ പാട്ട് ടെൻഷൻ അടിച്ച് അടുക്കള നിൽക്കുക. മിത്ര പറഞ്ഞ് കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് മിത്ര നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങനെ ശ്രീദേവി വന്നു. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, അതേ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞ്, ആർക്ക് ആർക്ക് ചായയുടെ കാര്യം പറഞ്ഞു? ഇവിടെ ആർക്കും ഇപ്പൊ ചായ ഒന്നും വേണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി മിത്രനെ നോക്കി. മിത്ര എന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീദേവി ചേച്ചി എന്തിനാ ട്യൂഷന്റെ കാര്യം അച്ഛനോട് പറഞ്ഞു നിൽക്കും? അത് പിന്നെ വീട്ടിൽ എന്തെങ്കിലും നടന്നാൽ പറയണ്ടേ? ബാലച്ചൻ അറിയാതെ അങ്ങനെ ഒളിച്ചു വെച്ചിട്ട് നടത്തേണ്ട കാര്യമാണെന്ന് നിൽക്കും. അതെ ദേവി ചേച്ചി, ഞാൻ മര്യാദയ്ക്ക് അതിന്റെ അതിന് ആ ഒതുക്കത്തിൽ പറഞ്ഞേനം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അപ്പച്ചാണെങ്കിലും പറഞ്ഞേനം. അച്ഛനെ അങ്കിളിനെ കൊണ്ട് സമ്മതിപ്പിച്ചാനെന്ന് പറയാ. അതിനിടയ്ക്ക് കയറിയിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് ട്യൂഷൻ ഇല്ലാതാക്കിയല്ലേ നിൽക്കും. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മിത്രേ. എന്തോ പറയുന്ന കൂട്ടത്തിൽ ബാലച്ചനോട് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അതിപ്പം മിത്ര പറഞ്ഞില്ല എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. അതെനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് എന്റെ കാര്യത്തിൽ കയറി ഇടപെടണ്ട. പറഞ്ഞു കേട്ടല്ലോ. ഞാനും അപ്പച്ചിയും കൂടെ അത് എങ്ങനെയാലും ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തേനം. അല്ലാതെ പറയണ്ടായിരുന്നു ചോദിക്കാം. പറയണായിരുന്നു. പറയണ്ടെന്നാരും പറഞ്ഞല്ലോ. അതിന്റെ ആ സമയം വരുമ്പം പറയില്ലേ? അതിനു മുമ്പേ ചാടി കയറി പറഞ്ഞ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കോമതി പറഞ്ഞു, അല്ല ബീച്ചിൽ പോയി മീനാക്ഷിയും ആകാശും ഫോട്ടോസ് എടുത്ത കാര്യം അതൊക്കെ എന്തിനാ നീ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ ബാലച്ചനോട് പറയാതെ എങ്ങനെയാ? കോമതി പറഞ്ഞു, നീയും നിന്റെ ഒരു ബാലച്ചനും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, പിന്നീട് മിത്രോട് പറഞ്ഞു, നമ്മളെ പറഞ്ഞാൽ മതി, നമ്മളെ പിടിച്ചെടുത്ത് തല്ലിയാൽ മതി. ഇതൊക്കെ കാണിക്കാൻ പോയ നമ്മളാ വിഡ്ഢികളായി പോയത്. കണ്ടില്ലേ, അവള് നല്ല പിള്ള ചമച്ച് കയറി ഇരിക്കുക. ഇപ്പം നമ്മളോ ഉള്ള ചീത്ത മൊത്തം കേൾക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതൊക്കെ പറയണു. പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ശ്രീദേവി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അയ്യോ, അത് പിന്നെ അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറയുവോ, ഒരിക്കലും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളക്കരച്ചിൽ കരയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതിക്ക് ടെൻഷനായി. എന്റെ ദൈവമേ, ഇനിയിപ്പോൾ ഇവള് കരഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഇനി ഈ വീട്ടിൽ എന്തോ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നേ. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, കരയാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ലെന്ന് പറയാം, കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറയാം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അതെ, മേലാല് ഇനി ഇതുപോലത്തെ പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് പോവാണ്. ഭയങ്കര സങ്കടം അഭിനയിച്ച് ശ്രീദേവി അങ്ങോട്ട് പോയി. ഇത് എവിടെ ചെന്നെത്തോ എന്നോർത്തോട്ട് മീനാക്ഷി നിൽക്കുകയാണ്. പിന്നീട് ശ്രീദേവി കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആനന്ദ് ചോദിച്ചു, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും ആനന്ദിന്റെ അടുത്ത് പറഞ്ഞു, എല്ലാരും കൂടെ എന്നെ ചീത്ത പറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. ആനന്ദിന് ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അമ്മയും മിത്രയും കൂടെ ചീത്ത പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ അറിയണേ. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു,
അത് പിന്നെ അവർ ചീത്ത പറഞ്ഞായിരിക്കില്ല. നിന്നോട് ആരാ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? അച്ഛന്റെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ. അച്ഛൻ വയലിനായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട് തിരിച്ചു പോകുന്ന സ്വഭാവമാ. അതൊക്കെ അറിയാവുന്നോണ്ടാ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിട്ടെ. അതുകൊണ്ടാ. അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും അല്ലെന്ന് പറയാ. പക്ഷെങ്കില് ശ്രീദേവിക്ക് ഭയങ്കര ഇതായിരുന്നു. ചോദിക്കണം. എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ആര്യനോടും ചോദിക്കണം. ആര്യനോട് ഈ കാര്യങ്ങളൊക്കെ ആര്യന് ട്യൂഷന്റെ കാര്യം പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞായിരുന്നു. അതൊക്കെ ആര്യനോട് ചോദിക്കണം. ആം, ആനന്ദേട്ടാ, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. ഒന്നുമല്ലെങ്കിലും ഞാൻ ഈ വീട്ടിലെ ഏട്ടത്തിയമ്മയല്ലേ. എനിക്കൊരു ബഹുമാനം കിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ശ്രീദേവി അങ്ങോട്ട് അഭിനയിക്കുവാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അതെ ചോദിക്കണേ ചോദിക്കാം, നീ ഒന്ന് സമാധാനപ്പെടാനും പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.